കേരള സ്റ്റോറി 2 എന്ന സിനിമയുടെ റിലീസിംഗ് കോടതി സ്റ്റേ ചെയ്തു. താമസിയാതെ തന്നെ മേൽക്കോടതി ആ സ്റ്റേ നീക്കം ചെയ്തു. കോടതി ഈ സിനിമയുടെ പ്രദർശനം തടയാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിന്റെ സാമുദായിക ഐക്യവും സാഹോദര്യവും നഷ്ടപ്പെടും എന്ന് കണ്ടാണ്. കാരണം ഈ സിനിമയിൽ സമുദായ സൗഹാർദ്ദത്തിനും മതമൈത്രിക്കും നിരക്കാത്ത പല പരാമർശങ്ങളും കടന്നുകൂടി എന്നുള്ളതുകൊണ്ടാണ് ഈ സിനിമ ഒരു സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന നിരീക്ഷണമാണ് കോടതിക്കുണ്ടായത്. മതപരമോ വംശീയമോ ആയ ഒരു തരത്തിലുമുള്ള പരാമർശങ്ങൾ കലയുടെ ആവിഷ്കാരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡമാണ്. ഈ മാനദണ്ഡത്തിൻ്റെ ലംഘനം ഈ സിനിമയിൽ സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് കോടതി അതിനെ പ്രാഥമികമായി തടഞ്ഞത്. വിവിധ സംസ്ഥാനങ്ങളിലെ യുവതികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുന്ന പ്രമേയമാണ് ഈ സിനിമ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള അവതരണം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് സാമുദായിക ഐക്യത്തിന് തടസ്സമാകുമെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തും ചെയ്യാം എന്നുള്ള ചിന്ത ചിലർക്കുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമല്ല, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും വികാരത്തെയും മാനിച്ചുകൊണ്ട് മാത്രമേ ആവിഷ്കാര സ്വാതന്ത്ര്യം നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ.